പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗം. അദാനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തിയത്. രാജ്യം നിറയെ കർഷകരുടെ കണ്ണീരാണ്. ജനങ്ങളുടെ സുരക്ഷാ കവചമായ ഭരണഘടന അട്ടിമറിക്കാനുള്ള ശ്രമം നടപ്പാകില്ല. ഉന്നാവ് കേസ് ഉന്നയിച്ച് സ്ത്രീ സുരക്ഷയും പ്രിയങ്ക ഗാന്ധി പരാമർശിച്ചു. വയനാട്ടിലെ ദുരന്ത സാഹചര്യത്തെക്കുറിച്ചും പ്രിയങ്ക പ്രസംഗത്തിൽ വിവരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. उन्नाव में मैं एक रेप पीड़िता के घर गई, उसे जलाकर मार डाला था। ये लड़ने की क्षमता, ये हिम्मत उस लड़की को और करोड़ों भारत की नारियों को हमारे संविधान ने दी। वायनाड से लेकर ललितपुर तक इस देश का किसान रो रहा है। हिमाचल में जो सेब उगता था, उसके जो छोटे छोटे किसान हैं वह रो रहे हैं। देश देख रहा है कि एक व्यक्ति को बचाने के लिए 142 करोड़ देश की जनता को नकारा जा रहा है। सारी दौलत, सारे मौके एक ही व्यक्ति को सौंपे जा रहे हैं। सारे बंदरगाह, एयरपोर्ट, सड़कें, रेलवे का काम, सरकारी कंपनियां सिर्फ एक व्यक्ति को दी जाए। आम लोगों के बीच ये धारणा बनती चली जा रही है कि सरकार सिर्फ अडानी जी के मुनाफे के लिए चल रही है। आप भी बैलेट पे चुनाव कर लीजिए, आप भी बैलेट पे चुनाव कर लीजिए, दूध का दूध, पानी का पानी हो जाएगा। PR സുനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. സുനിൽ, ഭരണഘടനയുടെ 75ാം വാർഷികത്തിൽ നടക്കുന്ന ചർച്ചയായിരുന്നു പ്രത്യേക ചർച്ച. പക്ഷേ പ്രിയങ്ക ഗാന്ധി വിവിധ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ കന്നി പ്രസംഗത്തിൽ കണ്ടത്. അദാനി വിഷയത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് പോലെ സമാനമായ രീതിയിൽ ഒരു നിലപാടെടുക്കുന്നു പ്രിയങ്ക ഗാന്ധിയും. ആ രീതിയിൽ തന്നെയായിരുന്നു പ്രസംഗങ്ങളും. മറ്റു വിഷയങ്ങൾ, പലതരത്തിലുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി തുടങ്ങിയിരിക്കുന്നു പ്രിയങ്ക. വിനീത, ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ലോക്സഭയിൽ ആരംഭിച്ച ചർച്ചയിൽ രണ്ടാമതായാണ് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അഖിലേഷ് യാദവ്, കല്യാൺ ബാനർജി, TR ബാലു എന്നിവരാണ് ഇതുവരെ സംസാരിച്ചത്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം തന്നെയായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത്. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗം തന്നെയായിരുന്നു. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചും പരിഹസിച്ചുമൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം. ഉന്നാവ് സംഭവം ചൂണ്ടിക്കാണിച്ചു, സമ്പൽ സംഭവം ചൂണ്ടിക്കാണിച്ചു, കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അദാനി വിഷയം ഉയർത്തിയൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ പരിഹസിക്കാനും കടന്നാക്രമിക്കാനും പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഭരണഘടന എന്നത് രാജ്യത്തെ സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ, അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒരു സുരക്ഷാ കവചമാണ്. അത് തകർക്കാനുള്ളൊരു നീക്കമാണ് കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് നടക്കുന്നത്. ഏതായാലും ഭീതിപ്പെടുത്തിയും ആളുകളെ അടിച്ചമർത്തിയും ഒന്നും ഒരുപാട് കാലം മുന്നോട്ട് പോകാനാകില്ല എന്നത് സർക്കാർ ഓർക്കണം എന്നാണ് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ഒരു കാലത്ത് സത്യം പുറത്തു വരും, ഭീതിയിൽ നിന്ന് വലിയ പോരാട്ടങ്ങൾ ഉണ്ടാകും. ആ പോരാട്ടത്തിന് മുന്നിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ട രാജ്നാഥ് സിംഗ് പറഞ്ഞത് സവർക്കറുടെയും മദൻ മോഹൻ മാളവ്യയുടെയും ഒക്കെ തന്നെ വീക്ഷണങ്ങളാണ് ഭരണഘടനയ്ക്ക് കരുത്തു നൽകുന്നത് എന്ന് പാർലമെന്റിൽ പറഞ്ഞു. അത് ചെറിയ ബഹളത്തിന് പാർലമെന്റിൽ കാരണമാവുകയും ഒക്കെ തന്നെ ചെയ്തു. അഖിലേഷ് യാദവ്, അതുപോലെ തന്നെ കല്യാൺ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ മണിപ്പൂർ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലൊക്കെ തന്നെ നടക്കുന്ന ദളിത് പീഡനങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. നാളെയാണ് ഈ ഭരണഘടനാ വിഷയത്തിൽ നടക്കുന്ന ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ മറുപടി പറയുക. രാജ്യസഭയിലും ഭരണഘടനാ വിഷയത്തിൽ ചർച്ച ആരംഭിക്കും. തിങ്കളാഴ്ച, ചൊവ്വാഴ്ചയായിരിക്കും അവിടെ പ്രധാനമന്ത്രിയുടെ മറുപടി. ശരി, PR സുനിലാണ് ദില്ലിയിൽ നിന്ന് വിശദമായ വിവരം.